ഹുക്മ ജീവൻ നൽകും വചനം. ഹുക്മ ഹുക്മ ജ്ഞാനം നൽകും വചനം. ഹുക്മ ഹുക്മ ജീവൻ നൽകും വചനം. ഹുക്മ ഹുക്മ ജ്ഞാനം നൽകും വചനം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നിയമാവർത്തന നിയമസംഹിതകളുടെ രണ്ടാമത്തെ ഭാഗത്തിലെ, അതായത് 12 മുതൽ 28 വരെയുള്ള അധ്യായങ്ങളുടെ വിശകലനങ്ങൾ നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ എപ്പിസോഡിൽ ആ വിശകലനത്തിൻ്റെ ആദ്യ ഭാഗം പറഞ്ഞു കഴിഞ്ഞു. ഇനി വരുന്നത് 13, 14, 15 അധ്യായങ്ങളാണ്. ഇതിൽ പ്രധാനമായിട്ടും പ്രതിപാദിച്ചിരിക്കുന്ന ഭാഗം അന്യദേവന്മാരെ ആരാധിക്കുന്നതിനുള്ള പ്രേരണയെക്കുറിച്ചാണ്. ഇവിടെ പറയുന്ന ഓരോ ഭാഗങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കുന്നത്, ഈ ആരെങ്കിലും നിനക്ക് ദുഷ്പ്രേരണ നൽകുന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ദുഷ്പ്രേരണ എന്തുകൊണ്ട് ഉദ്ദേശിക്കുക, ഏതെങ്കിലും തരത്തിൽ ദൈവത്തിൻ്റെ ആരാധിക്കാതെ അന്യദേവന്മാരുടെ പിന്നാലെ പോയി അതിനെ ആരാധിക്കുകയും അതിനെ മഹത്വപ്പെടുത്തുകയും ഒക്കെ ചെയ്യുകയാണെങ്കിൽ അവർക്കുണ്ടാകുന്ന ശിക്ഷയെക്കുറിച്ചുള്ള ഒരു സൂചനയാണ് 13-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുക. ഏൻഷ്യൻ്റ് നിയർ ഈസ്റ്റ് എന്ന് പറയുന്ന നിയമസംഹിതകളും സുമേറിയൻ കാലഘട്ടത്തിലെ സംസ്കാരങ്ങളുമൊക്കെ രാജാക്കന്മാരെ ആരാധിക്കാത്തവർക്കെതിരെ കടന്നു വരുന്ന വ്യാജാരോപണങ്ങൾക്ക് രാജാവ് കടുത്ത ശിക്ഷ നൽകുന്നതായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ആ കാലഘട്ടങ്ങളിൽ രാജാക്കന്മാരെ ആരാധിക്കുക എന്ന് പറയുന്നത് അത് പരമപ്രധാനമായിരുന്നു. കാരണം അവിടുത്തെ അന്നത്തെ കാലത്തെ രാജാക്കന്മാരൊക്കെ ദേവന്മാരായിരുന്നു. അതിനാൽ ആ ദേവനെ ആരാധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജാക്കന്മാരെ ആരാധിക്കുന്നതിന് തുല്യമാണ്. അതുതന്നെയായിരുന്നുവല്ലോ പിൽക്കാലങ്ങളിൽ ബാബിലോണിയൻ പ്രവാസ കാലഘട്ടത്തിൽ ഉണ്ടായ സംഭവങ്ങളൊക്കെ. അവിൽ മർദൂക്ക് എന്ന് പറയുന്ന രാജാവ്, ബാബിലോണിയൻ രാജാവ്, മർദൂക്ക് എന്ന് പറയുന്ന ദേവനെ ആരാധിക്കാൻ വേണ്ടിയിട്ട് പോകുന്നു. അതുപോലെ തന്നെ നാബൂദിനസ് എന്ന് പറയുന്ന ബാബിലോണിയൻ രാജാവ് സിൻ ഗോഡിനെ ആരാധിക്കാൻ വേണ്ടിയിട്ട് പ്രേരണ നൽകുന്നു. അതുപോലെ തന്നെ ദാനിയേലിൻ്റെ പുസ്തകത്തിൽ രാജാവിന് പ്രീതി കൊടുക്കാൻ വേണ്ടിയും രാജാവിൻ്റെ ദൈവത്തെ ആരാധിക്കാൻ വേണ്ടിയിട്ട് പ്രേരണ നൽകുന്നു. അങ്ങനെയുള്ള സംഭവങ്ങളിൽ എങ്ങനെയായിരിക്കണം ഒരു യഥാർത്ഥ വിശ്വാസി എന്നതിനെക്കുറിച്ച് ഉള്ള സൂചനകളാണ് പ്രധാനമായിട്ടും ഈ 13-ാമത്തെ അധ്യായത്തിൽ നൽകിയിരിക്കുക. 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. ഒന്നാമതായിട്ട്, പ്രവാചകനോ സ്വപ്ന വിശകലനക്കാരനോ, സമൂഹത്തിൽ ദൈവസാന്നിധ്യത്തിൻ്റെ പ്രതീകമായി നിൽക്കുന്ന പ്രവാചകനോ സ്വപ്ന വിശകലനക്കാരനോ ആണ് വിഗ്രഹാരാധനയ്ക്ക് നേതൃത്വം നൽകുന്നതെങ്കിൽ അതിനെ എതിർത്ത് നിൽക്കുന്നത് അല്പം ബുദ്ധിമുട്ടേറിയ സാഹചര്യമായിരിക്കും. അവർ പറയും, നമുക്ക് അജ്ഞാതമായ ദേവന്മാരെ എല്ലാം പിഞ്ചെല്ലാം. ഇങ്ങനെ പറയുന്നവരെ അവർ സമൂഹം ഭ്രഷ്ട് കൽപ്പിക്കണം എന്ന് കൃത്യമായിട്ട് പറയുകയാണ്. യഥാർത്ഥ പ്രവചനം എന്താണെന്ന് മനസ്സിലാക്കണം. യഥാർത്ഥ വിശകലനങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കണം. ഒരു പ്രവാചകനോ ഒരു സ്വപ്ന വിശകലനക്കാരനോ ഏകദൈവത്തിൽ നിന്ന് അടർത്തിയെടുത്ത്, അവൻ്റെ വിശ്വാസം അടർത്തിയെടുത്ത് മറ്റു ദേവന്മാരുടെ പിന്നാലെ ആ വിശ്വാസത്തെ കൊണ്ടുപോവുകയാണെങ്കിൽ ആ പ്രവാചകൻ വധിക്കപ്പെടണമെന്നാണ് നിയമം അനുശാസിക്കുന്നത്. 2, വിഗ്രഹാരാധനയിലേക്ക് നയിക്കുന്നത് സ്വന്തം കുടുംബത്തിൽപ്പെട്ടവരാണെങ്കിൽ അവിടെയും എതിർത്ത് നിൽക്കാൻ ബുദ്ധിമുട്ടുള്ള സാഹചര്യം വരും. കാരണം സ്വന്തം കുടുംബമാണ്. കുടുംബത്തിലുള്ള ഇങ്ങനെയുള്ള അവസ്ഥകൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. പല ദൈവവിശ്വാസങ്ങളുള്ള കുടുംബങ്ങളുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ എതിർത്ത് നിൽക്കാനുള്ള സാഹചര്യങ്ങൾ കുറവാകുന്ന അവസരത്തിൽ കടുത്ത ശിക്ഷ മരണമാണ് എന്ന് ഈ തിരുവചന ഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. 3-ാമതായിട്ട് പറയുകയാണ്, പട്ടണവാസികളെല്ലാം വിഗ്രഹാരാധനയിലേക്ക് ഇസ്രായേൽ ജനതയെ കൊണ്ടുവരാൻ പ്രേരണ നൽകുന്ന സാഹചര്യം ഉണ്ടാകാം. ഇപ്രകാരമുള്ള സമൂഹത്തിനെതിരെ വിശുദ്ധ നിയമപ്രകാരമുള്ള യുദ്ധത്തിൻ്റെ നിയമം പാലിക്കപ്പെടേണ്ടതാണ്. അതായത് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ വിശുദ്ധ യുദ്ധം പ്രഖ്യാപിച്ച് കർത്താവിൻ്റെ ഏക ദൈവാരാധനയ്ക്ക് പരിപോഷിപ്പിക്കത്തക്ക രീതിയിൽ പ്രവർത്തിക്കണമെന്ന് നിയമം അനുശാസിക്കുകയാണ്. ഈ 3 വിഭാഗങ്ങളും പിൽക്കാല ചരിത്രങ്ങളിലൊക്കെ കടന്നു വരുന്ന സാഹചര്യങ്ങളുണ്ടായിട്ടുണ്ട്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ജെറമിയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ ഹനനിയ എന്ന് പറയുന്ന ആ ദേശത്തിൻ്റെ ഒരു പ്രവാചകനുണ്ടായിരുന്നു. ഹനനിയ എന്ന് പറയുന്ന പ്രവാചകൻ ജെറമിയ എന്ന പ്രവാചകൻ്റെ വാക്കുകൾക്ക് എതിരെ സംസാരിക്കുകയും ഇസ്രായേൽ ജനത്തെ
ബാബിലോണിലേക്ക് പറഞ്ഞു വിടാതെ അവിടെ തന്നെ നിലനിർത്തിക്കൊണ്ട് അവർക്ക് അജ്ഞാതമായിട്ടുള്ള ആരാധനകളിലേക്ക്, ചിന്തകളിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ കടന്നു വന്നിട്ടുണ്ട്. അങ്ങനെയുള്ളവരെ വധിക്കണമെന്നാണ് തിരുവചനത്തിൽ പറഞ്ഞിരിക്കുക. പിന്നീട് പ്രധാനമായിട്ടും പ്രവാചകന്മാരുടെ പുസ്തകങ്ങളിൽ കാണുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് പ്രവാചകന്മാർ നടത്തുന്ന ഒരു വലിയ കോൺടെസ്റ്റ് എന്ന് പറയുന്നത്. കാരണം പ്രവാചകന്മാർ പറയുന്നു സമാധാനം സമാധാനം എന്നൊക്കെ പറയുന്നു, പക്ഷേ വ്യാജമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നു, വ്യാജമായിട്ടുള്ള രീതിയിൽ സംസാരിക്കുന്നു, സമാധാനമില്ലാത്ത സാഹചര്യങ്ങൾ കടന്നു വരുന്നു. ഇങ്ങനെയുള്ള പ്രവാചകന്മാർക്ക് ദൈവമായ കർത്താവ് കൊടുക്കുന്ന കടുത്ത ശിക്ഷ എന്താണ് എന്ന് മിക്ക പ്രവാചകൻ പറയുകയാണ്. അവർക്ക് നൈറ്റ് വിഷൻസ്, അല്ലെങ്കിൽ രാത്രിയിൽ അവർക്ക് വിഷൻസ്, ദർശനങ്ങൾ ഉണ്ടാവുകയില്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ പഴയ നിയമ പശ്ചാത്തലത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ കുടുംബത്തിൽപ്പെട്ടവർ, ആഹാബ് എന്ന് പറയുന്ന രാജാവ് ഏറ്റവും നല്ല ശ്രേഷ്ഠനായ രാജാവായിരുന്നു, ഇസ്രായേലിൻ്റെ രാജാവ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ ജസബൽ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യ മൂലം ആഹാബ് രാജാവിൻ്റെ കുടുംബം പോലും ദൈവസാന്നിധ്യത്തിൽ നകന്ന് വിഗ്രഹാരാധനയിലേക്ക് പോയ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം മുമ്പിൽ കണ്ടുകൊണ്ടാണ് ഈ പ്രവാചകൻ അല്ലെങ്കിൽ ഈ നിയമാവർത്തന ഗ്രന്ഥകാരത്തിൽ ഈ ഭാഗം അവതരിപ്പിച്ചിരിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ ഇങ്ങനെ വിഗ്രഹാരാധനയിലേക്ക് നയിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായാൽ അവയെല്ലാം പൂർണ്ണമായിട്ടും നശിപ്പിച്ച് കളയണമെന്ന് പ്രധാനമായിട്ടും ഓർമ്മിപ്പിക്കുക. അടുത്ത ഒരു ഭാഗത്തെക്കുറിച്ച് പറയുന്നത് ഒരു യഹൂദൻ്റെ വിലാപ രീതി എങ്ങനെയായിരിക്കണം. അത് വളരെ രസകരമായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ മക്കളാണ് നിങ്ങൾ. 14-ാം അധ്യായം 1 മുതൽ വാക്യങ്ങൾ. മരിച്ചവരെ പ്രതി നിങ്ങളുടെ ശരീരം മുറിപ്പെടുത്തുകയോ ശിരസിൻ്റെ മുൻഭാഗം മുണ്ഡനം ചെയ്യുകയോ അരുത്. എന്തെന്നാൽ നിങ്ങളുടെ കർത്താവിന് പരിശുദ്ധമായ ജനമാണ് നിങ്ങൾ. മരിച്ചവരെക്കുറിച്ചുള്ള ചിന്തകളും ഒക്കെ കടന്നു വരുന്ന പല സാഹചര്യങ്ങളും കാനാന്യരുടെ ഇടയിലും ഹിത്യരുടെ ഇടയിലും ഒക്കെ നിലനിന്നിരുന്നു. കാരണം ഇസ്രായേൽ ജനം ജീവിച്ചു പോകുന്ന സാഹചര്യങ്ങളിൽ അവരെ നേരിടുന്ന പ്രശ്നങ്ങളിൽ നിന്ന് നിയമം ഉണ്ടാക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്, നിയമാവർത്തന ഗ്രന്ഥകാരൻ ചെയ്യുന്നത്. ഇസ്രായേൽ ജനം ജീവിക്കുന്ന സാഹചര്യങ്ങളിൽ കാനാന്യരുടെ ഇടയിൽ ഇങ്ങനെ ഒരു ആചാരം ഉണ്ടായിരുന്നിരിക്കാം, അല്ലെങ്കിൽ ഹിത്യരുടെ ഇടയിൽ ഇങ്ങനെ ആചാരം ഉണ്ടായിരിക്കാം. എന്നാൽ തിരുവചനം പറയുന്നു ഇതൊന്നും നിങ്ങൾ ചെയ്യരുത്, തലമുണ്ഡനം ചെയ്യരുത്, അതുപോലെ തന്നെ നിങ്ങൾ ശരീരം മുറിപ്പെടുത്തരുത്. കാരണം പറയുന്നത് ഇപ്രകാരമാണ്, നിങ്ങൾ കർത്താവിന് വിശുദ്ധ ജനമാണ്. ഒരു വിശുദ്ധ ജനത്തിൻ്റെ പ്രത്യേകതയായിട്ടാണ് വിശുദ്ധ ഗ്രന്ഥകാരൻ ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. പഴയ നിയമ പ്രത്യേകിച്ച് പഴയ നിയമ ഗ്രന്ഥങ്ങളിലെ നിയമസംഹിതകളെല്ലാം നോക്കിക്കഴിയുമ്പോൾ, അതായത് വിശുദ്ധിയുടെ നിയമസംഹിതയായ ലേവ്യരുടെ പുസ്തകത്തിലെ നിയമസംഹിതയൊക്കെ നോക്കുമ്പോൾ കാണുന്നത് നിന്റെ ദൈവമായ കർത്താവ് പരിശുദ്ധനായതുപോലെ നിങ്ങളും പരിശുദ്ധരായിരിക്കുമെന്നാണ് പറയുന്നതെങ്കിൽ, നിയമാവർത്തന ഗ്രന്ഥകാരൻ പറയുന്നത് ദൈവത്തിൻ്റെ ജനം, കർത്താവ് തെരഞ്ഞെടുത്ത ജനം പരിശുദ്ധമാണ്, അതുകൊണ്ട് അതിൻ്റെ ഡിഗ്നിറ്റിയിൽ നിൽക്കണമെന്നാണ് ഈ തിരുവചന ഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. മൂന്നാമതായിട്ട് നമ്മൾ കാണുന്നത് 14-ാം അധ്യായത്തിൻ്റെ 3 മുതൽ 21 വരെയുള്ള തിരുവചന ഭാഗമാണ്. അവിടെ കൊടുത്തിരിക്കുന്നത് വളരെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഒരു ഭാഗമാണ്. ശുദ്ധവും അശുദ്ധവുമായ നിയമങ്ങളെക്കുറിച്ച്, മൃഗങ്ങളെക്കുറിച്ചുള്ള നിയമങ്ങളാണ്. ഏതൊക്കെയാണ് ശുദ്ധമായ മൃഗങ്ങൾ, ഏതൊക്കെയാണ് അശുദ്ധമായ മൃഗങ്ങൾ? നമുക്കറിയാം, ഉൽപ്പത്തിയുടെ പുസ്തകം 6-ാം അധ്യായം മുതൽ 8-ാം അധ്യായം വരെ കൊടുത്തിരിക്കുന്ന നോഹയുടെ പെട്ടകത്തെക്കുറിച്ച് പറയുന്ന അവസരത്തിൽ നോഹ പെട്ടകത്തിൽ കയറ്റിയത് ഏതുതരം മൃഗങ്ങളായിരുന്നു? ശുദ്ധവും അശുദ്ധവുമായ ഓരോ ജോഡി മൃഗങ്ങളെയായിരുന്നു. അതുകൊണ്ട് ആരംഭകാലം മുതൽ തന്നെ ഇങ്ങനെയുള്ളൊരു വേർതിരിവ് ഉണ്ടായിരുന്നു, ശുദ്ധവും അശുദ്ധവുമായ മൃഗങ്ങളെക്കുറിച്ചുള്ള വേർതിരിവ്. ഇത് കൃത്യമായിട്ട് നമ്മൾക്ക് മനസ്സിലാക്കി തരുന്ന മറ്റൊരു ഭാഗമുണ്ട്, ലേവ്യരുടെ പുസ്തകം 11-ാമത്തെ അധ്യായം മുതലുള്ള ഭാഗങ്ങൾ. അവിടെ ഏതൊക്കെയാണ് ശുദ്ധമായെന്നും ഏതൊക്കെയാണ് അശുദ്ധമെന്നും കൃത്യമായിട്ട് നിർവചിച്ചിട്ടുണ്ട്. ശുദ്ധവും അശുദ്ധവും എന്ന് രണ്ടായിട്ട് തിരിക്കുമ്പോൾ അത് ഉദ്ദേശിക്കുന്നത് ഇസ്രായേൽ ജനത്തിന് ഏതൊക്കെയാണ് ഗുണകരമായിട്ടുള്ളത്. എന്നാൽ അശുദ്ധമായ മൃഗങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഈ മൃഗങ്ങളാണ് കാനാന്യരുടെ ഇടയിൽ ഉപയോഗിച്ചിരുന്നത്, അല്ലെങ്കിൽ അന്യജാതിക്കാരുടെ ഇടയിൽ ഉപയോഗിച്ചിരുന്ന മൃഗങ്ങളാണ്. അതുകൊണ്ട് അന്യജാതിക്കാരോട് കൂട്ടുകൂടുകയോ അവരുടെ ആചാര രീതികൾ അനുഷ്ഠിക്കുകയോ ചെയ്യരുത് എന്ന് പറയുന്നതോടൊപ്പം തന്നെ
അവർ കഴിക്കുന്ന മൃഗങ്ങൾ പോലും നിങ്ങൾ കഴിക്കരുത്, അവരുടെ വസ്തുവകകൾ നിങ്ങൾ എടുക്കരുത്. അതുകൊണ്ട് ശുദ്ധവും അശുദ്ധവുമായ മൃഗങ്ങളെ വേർതിരിക്കുന്ന കൂട്ടത്തിൽ തന്നെ അത് ഓർമ്മിപ്പിക്കുന്നത് യഹൂദനെന്നും വിജാതിയിലെന്നും തമ്മിലുള്ള രണ്ട് വ്യത്യസ്തങ്ങളായിട്ടുള്ള അനുഭവങ്ങളെയാണ് സൂചിപ്പിക്കുക. യഹൂദരും വിജാതിരും ഒന്നിച്ചു കലർന്ന് ജീവിക്കാൻ പാടില്ല. കാരണം വ്യത്യസ്തങ്ങളായിട്ടുള്ള ആശയങ്ങളുണ്ട്, വ്യത്യസ്തങ്ങളായിട്ടുള്ള ചിന്തകൾ കടന്നു വരും. അതുപോലെ തന്നെ അവിടെയൊക്കെ ഏകദൈവത്തെ മറന്ന് ബഹുദൈവങ്ങളുടെ പിന്നാലെ പോകാനുള്ള എല്ലാ സാധ്യതകളും ഉള്ളതുകൊണ്ടാണ് ഇപ്രകാരമുള്ള നിയമം നൽകിയിരിക്കുന്നത്. ജോഷുവയുടെ പുസ്തകം 23-ാമത്തെ അധ്യായത്തിൽ ജോഷുവ ഇസ്രായേൽ ജനതയോട് പറയുന്ന ഉപദേശങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപദേശമായിട്ടാണ് ഇത് പറയുന്നത്. അല്ലയോ മക്കളെ, ഇസ്രായേൽക്കാരോട് പറയുകയാണ്. ഇസ്രായേൽക്കാർക്ക് എല്ലാ ഗോത്രക്കാർക്കും സ്ഥലം വിഭജിച്ചു കൊടുത്തതിന് ശേഷം പറയുകയാണ്, അല്ലയോ മക്കളെ, നിങ്ങൾ ഇപ്പോൾ കാനാന്യരുടെ ഇടയിലാണ്, ഹിത്യരുടെ ഇടയിലാണ്, അതുപോലെ തന്നെ ജബൂസ്യരുടെ ഇടയിലാണ്. ഇങ്ങനെയുള്ളവരെ ഒന്നും ഈ ദേശത്ത് നിന്ന് നിർമ്മാർജ്ജനം ചെയ്തിട്ടില്ല. അതിനാൽ ഇവരുടെ ആചാരാനുഷ്ഠാനങ്ങൾ നിങ്ങൾ മുഴുകരുത്, ഇവരുടെ ഭക്ഷണ രീതികളിൽ നിങ്ങൾ പങ്കുചേരരുത്, കർത്താവിനോട് ചേർന്ന് നിൽക്കുവിനെന്നുള്ള ഉപദേശമാണ് ജോഷുവ കൊടുക്കുന്നത്. ആ ഉപദേശത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ബേസായിട്ടാണ് ഈ നിയമങ്ങളെക്കുറിച്ച് അവതരിപ്പിച്ചിരിക്കുന്നത്. ലേവ്യരുടെ പുസ്തകത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന അതേ കാര്യങ്ങൾ തന്നെ വീണ്ടും ഇവിടെ എടുത്തു പറയുന്നതിലൂടെ നമുക്കറിയാം ദൈവത്തിൻ്റെ ജനം വിശുദ്ധമാണ് എന്നുള്ള ആ കൺസെപ്റ്റിലേക്ക് വീണ്ടും നമ്മളെ കൊണ്ടുവന്ന് എത്തിക്കുകയാണ് ചെയ്യുന്നത്. തിരുവചനത്തിൻ്റെ അവസാനത്തിൽ 24-ാമത്തെ വാക്യത്തിൽ പറയുന്നു, എന്തെന്നാൽ നിങ്ങൾ നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ വിശുദ്ധ ജനമത്രേ, അതിനാൽ വിശുദ്ധിയുള്ളത് മാത്രമേ ഭക്ഷിക്കാവൂ എന്ന് ഈ 14-ാമത്തെ അധ്യായം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഇവിടെ പറയുന്ന വ്യത്യസ്തങ്ങളായ മൃഗങ്ങളെക്കുറിച്ച്, ശുദ്ധവും അശുദ്ധവുമായ മൃഗങ്ങളെക്കുറിച്ച് പറയുമ്പോൾ പഴയ നിയമ കാഴ്ചപ്പാടിൽ വിജാതിരും യഹൂദരും തമ്മിലുള്ള ഇടകലർന്നുള്ള ഒരു ജീവിതം ഉണ്ടാകാൻ പാടില്ല എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. പിന്നീടുള്ള കാലഘട്ടങ്ങളിൽ നമുക്കറിയാം വിജാതിർ പോലും കർത്താവിനെ തേടി വന്ന് കർത്താവിലേക്ക് വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. സക്കറിയയുടെ പുസ്തകം 8-ാം അധ്യായം 20-ാമത്തെ തിരുവചനം മുഴുവൻ നമ്മൾ കാണുന്നത് ഇപ്രകാരമാണ്. ധാരാളം ആളുകൾ, എല്ലാ ദേശങ്ങളിൽ നിന്നുമുള്ള ആളുകൾ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വരും. ജെറുസലേമിൽ വന്ന് മഹത്വത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കും. അപ്പോൾ അതാ ഇങ്ങനെയാണ് പറയുന്നത്, ഒരു യഹൂദൻ കർത്താവിൻ്റെ ആലയത്തിലേക്ക് കടന്നു പോകുന്നത് കണ്ടുകൊണ്ട് ഇതാ വിജാതിയരായിട്ടുള്ള 10 പേര് അവൻ്റെ മേലങ്കിയിൽ പിടിച്ചിട്ട് പറയുകയാണ്, ഞങ്ങളും നിന്നോടൊപ്പം കർത്താവിൻ്റെ ആലയത്തിലേക്ക് വരുന്നു, കാരണം ഇവിടെ കർത്താവുണ്ടെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഇപ്രകാരം ഈ ഒരു വ്യത്യാസം നമുക്ക് കാണാൻ സാധിക്കും. ശുദ്ധവും അശുദ്ധവുമായ മൃഗങ്ങളെ വേർതിരിക്കുന്നതിലൂടെ കടന്നു വരുന്ന ഈ വ്യത്യാസം അത് മാറി വിജാതിയർ പോലും വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടവരാണെന്നുള്ള ആ ചിന്തയിലേക്ക് പഴയ നിയമത്തിൻ്റെ സമാപനത്തിലേക്ക് കടന്നു വരുന്നു. അത് പുതിയ നിയമത്തിലേക്ക് പ്രതിഫലിക്കുന്നു. ഈശോ എന്ന് പറയുന്ന വ്യക്തിയിലൂടെ അത് പൂർണ്ണമായിട്ട് മാറുന്നുവെന്ന് ഈ വചനഭാഗം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. മൂന്നാമതായി നമ്മൾ ദശാംശത്തെക്കുറിച്ചുള്ള ഭാഗമാണ് 14-ാം അധ്യായം 22 മുതൽ 29 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത്. ദശാംശം കൊടുക്കണം, അത് എങ്ങനെയാണ് ദശാംശം കൊടുക്കേണ്ടത് എന്ന് പഠിപ്പിക്കുകയാണ്. എന്താണ് ദശാംശം എന്ന് പറയുന്നത്? 10-1 ദശാംശം. അതിലൊരു ഭാഗം നമുക്ക് കിട്ടുന്നതിൻ്റെ വേതനത്തിന് അല്ലെങ്കിൽ വിഹിതത്തിൻ്റെ ഒരു ഭാഗം ദൈവത്തിന് സമർപ്പിക്കുക എന്നുള്ളതാണ് ദശാംശം കൊണ്ട് അർത്ഥമാക്കുന്നത്. 3 തരത്തിലുള്ള ദശാംശത്തെ നമുക്ക് അവതരിപ്പിക്കാൻ പറ്റും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ദശാംശങ്ങളെല്ലാം കൊടുക്കുമ്പോൾ അവിടെയുള്ള പാവപ്പെട്ടവർക്ക് നീതി ലഭിക്കാനും പാവപ്പെട്ടവരോട് കരുണ കാണിക്കാനും പാവപ്പെട്ടവരെ ഉദ്ധരിക്കാനുമുള്ള മാർഗമായിട്ടാണ് ദശാംശത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇങ്ങനെയാണ് ദശാംശത്തെക്കുറിച്ചുള്ള വിചിന്തനം കൊടുത്തിരിക്കുന്നത്. ലേവ്യരുടെ ശുശ്രൂഷയ്ക്ക് ഇസ്രായേലിൽ നിന്ന് ലഭിക്കുന്ന വിഹിതമായിരിക്കും അവരുടെ ദശാംശം. സംഖ്യയുടെ പുസ്തകം 18-ാം അധ്യായം 21-ാം തിരുവചനത്തെ ഉദ്ധരിച്ചുകൊണ്ട് പറയുകയാണ്, ലേവ്യരുടെ ശുശ്രൂഷയ്ക്ക് ഇസ്രായേലിൽ നിന്ന് ലഭിക്കുന്ന വിഹിതമായിരിക്കും അവരുടെ ദശാംശം. എന്തൊക്കെയാണ് ലേവ്യർക്ക് കിട്ടേണ്ട വിഹിതങ്ങൾ എന്ന് ലേവ്യരുടെ പുസ്തകം 1 മുതൽ 7 വരെയുള്ള അധ്യായങ്ങളിലെ പ്രത്യേകമായിട്ടുള്ള ദഹനബലികളെക്കുറിച്ചും ധാന്യബലിയെക്കുറിച്ചുമുള്ള ആ കാര്യങ്ങളിൽ പ്രത്യേകമായിട്ട് അനുസ്മരിപ്പിക്കുകയുണ്ടായി. കാരണം
ഒരു ലേവ്യരാണല്ലോ പുരോഹിത വംശത്തിൽപ്പെട്ടവർ. ഇവർ ബലിയർപ്പിക്കുമ്പോൾ ഇവർക്ക് എന്തൊക്കെ ലഭിക്കുമെന്നും ഓരോ ബലിയർപ്പണത്തിലും ഇവർക്ക് കിട്ടുന്ന വിഹിതം എന്തായിരിക്കുമെന്നും ഒക്കെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. രണ്ടാമതായിട്ട് പറയുന്നത്, ധാന്യങ്ങളുടെയോ വൃക്ഷങ്ങളുടെയോ ഫലങ്ങളോ ആയി ദേശത്തുള്ളവരുടെ എല്ലാം ദശാംശം കർത്താവിൻ്റെതാണ്. ദശാംശത്തിൽ നിന്ന് വീണ്ടെടുക്കണമെങ്കിൽ അതോടൊപ്പം 1/5 കൂടി കൊടുക്കണം. ഈ നിയമമാണ് നിയമാവർത്തനത്തിലും ലേവ്യരുടെ നിയമസംഹിതയിലുമൊക്കെ കാണുന്നത്. ലേവ്യരുടെ പുസ്തകം 27-ാമത്തെ അധ്യായം 32-33 വാക്യങ്ങൾ ഈ നിയമത്തെയാണ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുക. കാരണം വൃക്ഷങ്ങൾ, ഫലങ്ങൾ, ഇതിൻ്റെയൊക്കെ ദശാംശം കർത്താവിൻ്റെതാണ്. കാരണം ദേശം കർത്താവിൻ്റെതാണ്. അതുകൊണ്ട് കർത്താവിൻ്റെ ദേശമാകുമ്പോൾ ഒരു വ്യക്തിയെ ദൈവമായ കർത്താവ് ആ സ്ഥലത്ത് കൊടുത്തിരിക്കുകയാണ്, ആ സ്ഥലം ഏൽപ്പിച്ച് കൊടുത്തിരിക്കുകയാണ്. ആ വ്യക്തി ദൈവത്തിൻ്റെതാണ്. അതുപോലെ തന്നെ അവിടെയുള്ള എല്ലാ വസ്തുക്കളും ദൈവത്തിൻ്റെതാണ്. അത് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ദശാംശം കൊടുക്കുന്നത്. ദശാംശം കൊടുക്കുന്നതിലൂടെ 2 കാര്യങ്ങൾ അവിടെ നടക്കുകയാണ്. ഒന്നാമതായിട്ട് ഈ വസ്തുക്കളുടേത് ഉടമസ്ഥാവകാശം അത് ഉടമസ്ഥൻ ആയ ദൈവത്തിന് ഉള്ളതാണ് എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ദശാംശത്തിലൂടെ. അല്ലാതെ ഞാനല്ല അതിൻ്റെ ഉടമസ്ഥൻ എന്ന് നമ്മളെ തന്നെ ഒന്ന് മനസ്സിലാക്കിയെടുക്കുക. ഞാനല്ല ഇതിൻ്റെയൊക്കെ ഉടമസ്ഥൻ, ഞാൻ വെച്ച് നട്ടു വളർത്തിയ ഫലവൃക്ഷങ്ങളല്ല, ഞാൻ വെച്ച് നടത്തിയ ഫലമൂലാദികളൊന്നുമല്ല ഇത്, മറിച്ച് ദൈവത്തിൻ്റെ കരുണയാണ്, ദൈവത്തിൻ്റെ ദാനമാണ് എന്നുള്ള ചിന്ത നമ്മിലേക്ക് കടന്നു വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ളതിൻ്റെയൊക്കെ ദശാംശം കൊടുക്കണമെന്ന് പറയുന്നത്. മൂന്നാമത്തെ ദശാംശം എന്ന് പറയുന്നത് അത് പാവപ്പെട്ടവർക്കുള്ളതാണ്. ഇപ്രകാരമുള്ള ദശാംശത്തിനാണ് നിയമാവർത്തന പുസ്തകം ഊന്നൽ നൽകുന്നത്. 14-ാം അധ്യായം 28-29 വാക്യങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നതാണ്. ഓരോ 3-ാം വർഷത്തിൻ്റെയും അവസാനം ആ കൊല്ലം നിനക്ക് ലഭിച്ച ഫലങ്ങളെയെല്ലാം ദശാംശം കൊണ്ടുവന്ന് നിന്റെ പട്ടണത്തിൽ സൂക്ഷിക്കണം. നിന്റെ പട്ടണത്തിൽ താമസിക്കുന്ന നിനക്കുള്ളതുപോലെ ഓഹരിയും അവകാശവും ഇല്ലാത്ത ലേവ്യരും അതുപോലെ തന്നെ പരദേശികളും അനാഥരും വിധവകളും വന്ന് അവ ഭക്ഷിച്ച് തൃപ്തി അടയട്ടെ. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നിയമാവർത്തന പുസ്തകത്തിലെ നിയമസംഹിത. ഇതാണ് ഇതിൻ്റെ യുണീക്നെസ് എന്ന് പറയുന്നത്. കാരണം പാവപ്പെട്ടവർക്ക് വേണ്ടി, പരദേശികൾക്ക് വേണ്ടി, വിധവകൾക്ക് വേണ്ടി വാദിക്കുന്ന ഈ നിയമത്തെയാണ് മോശയുടെ നിയമഗ്രന്ഥത്തിൽ നമ്മൾ കാണുന്നത്. അവർക്കാണ് യഥാർത്ഥത്തിൽ ഈ ദശാംശം കൊടുക്കുന്നത്. കാരണം എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണെന്നും ആ മക്കളുടെ ഗണത്തിലേക്കാണ് നമ്മളെല്ലാം ഉയർത്തപ്പെട്ടെന്നുമുള്ള ആഴമായ ബോധ്യത്തിലേക്ക് നമ്മളെ കൊണ്ടുവന്നെത്തിക്കുന്നതാണ് ദശാംശത്തെക്കുറിച്ചുള്ള വിചിന്തനങ്ങൾ. തുടർന്ന് വരുന്ന ഭാഗം ദശാംശം കൊടുക്കുന്നതോടൊപ്പം തന്നെ സാബത്ത് വർഷത്തെക്കുറിച്ചാണ്. എന്താണ് സാബത്ത് വർഷമെന്ന് നമുക്കൊക്കെ അറിയാം. സാബത്ത് വർഷം എന്ന് പറയുന്നത്, സാബത്ത് എന്ന് പറയുന്നത് 7-ാമത്തെ ദിവസത്തിനാണ് സാബത്ത് എന്ന് പറയുന്നത്. സാബത്ത് വർഷം എന്ന് പറയുന്നത് 7 വർഷം കൂടിയിരിക്കുമ്പോഴുള്ള ഒരു വർഷത്തിന് പറയുന്ന പേരാണ് സാബത്ത് വർഷം. സാബത്ത് വർഷത്തിൻ്റെ പ്രത്യേകത അത് ഒരു റെസ്റ്റിറ്റ്യൂഷനാണ്, അതൊരു പരിഹാരമാണ്. അവിടെയും നമുക്ക് കാണാൻ സാധിക്കുന്നത് പാവപ്പെട്ടവരോടും അധകൃതരോടും അനാഥരോടും വിധവകളോടുമുള്ള ഒരു മനുഷ്യൻ്റെ കരുണയാണ് സാബത്ത് വർഷത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രമേയമായിട്ട് നിൽക്കുക. എല്ലാവരും കടം ഇളച്ചു കൊടുക്കാനും അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള പാവപ്പെട്ടവരായിട്ടുള്ള പരദേശികളായിട്ടുള്ളവർക്ക് കടമൊക്കെ ഇളച്ചു കൊടുത്ത് അവരെ വീണ്ടും ഉയർത്തിയെടുക്കാനുമുള്ള ഒരു ആഹ്വാനമാണ് സാബത്ത് വർഷത്തെക്കുറിച്ചുള്ള ആഹ്വാനത്തിലൂടെ ഈ നിയമസംഹിത നമുക്ക് നൽകുന്നത്. 15-ാമത്തെ അധ്യായം ഇത് പ്രധാനമായിട്ടും പറയുന്നത് നിങ്ങളുടെ ഇടയിൽ ഒരിക്കലും ഒരു ദരിദ്രൻ പോലും ഉണ്ടാകരുത്. നിങ്ങളുടെ ഇടയിൽ ദരിദ്രൻ ഉണ്ടാകരുത്. 2 കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. അയൽക്കാരിൽ നിന്നോ സഹോദരനിൽ നിന്നോ നീ ഒന്നും ഈടാക്കരുത്. എന്തെന്നാൽ കർത്താവിൻ്റെ മോചനം പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നു. വിദേശിയരിൽ നിന്ന് കടം ഈടാക്കിക്കൊള്ളുക. അപ്പോൾ 2 ഗണങ്ങളായിട്ടാണ് ഇവിടെ പറയുന്നത്. ഒന്ന് അയൽക്കാരൻ, രണ്ടാമത് വിദേശി. ഇങ്ങനെയുള്ളവരിൽ നിന്നൊക്കെ ഒന്നും അയൽക്കാരിൽ നിന്ന് ഈടാക്കരുത്, വിദേശികളിൽ നിന്ന് നിനക്ക് ഈടാക്കാം. കാരണം അത് നിനക്ക് അർഹതപ്പെട്ടതാണ്. എന്നാൽ എല്ലാറ്റിൻ്റെയും ബേസ് എന്ന് പറയുന്നത്
ദരിദ്രർ നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ട്, അവരെ ഒന്ന് ഉദ്ധരിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രമേയമായിട്ട് നിൽക്കുക. അതുകൊണ്ട് ഈ 13, 14, 15 അധ്യായങ്ങളുടെ ഈ പ്രമേയങ്ങൾ പ്രധാനമായിട്ടും നമ്മൾ കാണുന്നത് എങ്ങനെയാണ് ഒരു വ്യക്തി വാഗ്ദാന ദേശത്ത് ജീവിക്കേണ്ടത്, ഏത് നിയമങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അവൻ്റെ ജീവിത ക്രമം എങ്ങനെയായിരിക്കണം, ജീവിത ശൈലി എങ്ങനെയായിരിക്കണമെന്ന് ഉദ്ബോധിപ്പിക്കുന്ന നിയമങ്ങളാണ് പ്രധാനമായിട്ടും ഈ നിയമസംഹിതയിലൂടെ കടന്നു വരിക. നമ്മൾ കണ്ട വിഗ്രഹാരാധനയ്ക്ക് ഉള്ള ശിക്ഷയെക്കുറിച്ച് നമ്മൾ കണ്ടു. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ ജനം വിശുദ്ധ ജനമാണെന്നും അതിനാൽ ആ വിശുദ്ധി അനുസരിച്ച് ഓരോ വ്യക്തിയും പ്രവർത്തിക്കണമെന്ന് നമ്മൾ കണ്ടു. അതുപോലെ തന്നെ ശുദ്ധവും അശുദ്ധവുമായ മൃഗങ്ങളെ വേർതിരിക്കുന്നതിലൂടെ വിജാതിരും യഹൂദരും തമ്മിലുള്ള ഒരു വേർതിരിവ് കാണുന്നു. എന്നാൽ പിൽക്കാലങ്ങളിൽ ആ വേർതിരിവൊക്കെ മാറി വിജാതിര് പോലും ദൈവത്തെ ആരാധിക്കുന്ന സാഹചര്യത്തിലേക്ക് കടന്നു വരുന്നു. നമ്മൾക്ക് ദശാംശം നൽകിക്കൊണ്ട് എല്ലാവരെയും സ്നേഹിക്കാനും ദരിദ്രരോട് പരിഗണന കാണിക്കാനും നമ്മൾ ബാധ്യസ്ഥരാണെന്നുള്ള ഒരു പ്രധാനപ്പെട്ട പ്രമേയവും കൂടി ഇവിടെ അവതരിപ്പിച്ചിരിക്കുകയാണ് ഈ വിശുദ്ധ ഗ്രന്ഥകാരൻ. അതുകൊണ്ട് തുടർന്ന് വരുന്ന സാബത്ത് വർഷത്തിൻ്റെ മറ്റു പ്രധാനപ്പെട്ട ചിന്തകളെ അടുത്ത എപ്പിസോഡിലൂടെ നമുക്ക് കണ്ടുകൊണ്ട് നമുക്ക് നമ്മുടെ വിചിന്തനം തുടരാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. ജീവൻ നൽകും വചനം, ജ്ഞാനം നൽകും വചനം.